മോർണിംഗ് മോൾ സാറേ, റീചാർജിങ്ങിലൂടെ ഒരാൾ സേവാപ്പ് കമ്പനിയിൽ ഫ്രീ ആയിട്ട് വന്നാലും റീചാർജ് ഇൻകത്തിലൂടെ അയാൾക്ക് ഒരു മാസത്തിൽ 1,46,800 രൂപ ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളത്തെ ബിസിനസ് കിട്ടി, നമ്മളെന്ത് ചെയ്തു, 2 പേർക്ക് ബിസിനസ് കൊടുത്തു. നമ്മൾ റീചാർജ് ചെയ്തു, നമ്മൾ ഈ ബിസിനസ് 2 പേർക്ക് കൊടുത്തു. അവരെ വീട്ടിലൊക്കെ റീചാർജ് ഇല്ലേ, അവരെ റീചാർജ് ചെയ്യുക. അവർ 2 പേർക്ക് കൊടുത്തു, അവർ 2 പേർക്ക് കൊടുത്തു. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എല്ലാവരും റീചാർജ് ചെയ്തിട്ട് ഒരു 20 ലെവലിൽ എത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, 1,46,800 രൂപ എല്ലാ മാസവും ഒരു 28 ദിവസം കൂടുമ്പോൾ കിട്ടും. റീചാർജ് മുന്നോട്ട് പോവുകയാണെങ്കിൽ. റീചാർജ് എന്തായാലും പോകുന്ന ഉറപ്പന്നല്ലേ. ഇന്ന് വയറ് വിശന്നാലും റീചാർജ് ഇല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ റീചാർജ് ചെയ്യാൻ കിട്ടുന്ന ഇൻകം ചെറിയ പൈസക്കാരം, ചെറിയ പൈസ. പക്ഷേ ആ ചെറിയ എമൗണ്ടിന് നമ്മളെന്താ കണ്ട, നിസ്സാരമായി കാണണ്ട. ചെറിയ പൈസയാണ് പിന്നീട് വലിയ പൈസയായിട്ട് വരിക അല്ലേ. പല തുള്ളി പെരുവെള്ളം അല്ലേ, അതിന് ബാക്കി നിങ്ങൾക്ക് അറിയാലോ, അത് നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതെവിടെ കാണും, നമ്മളൊരു ഐഡിയ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ ചെറിയ വരുമാനത്തെ എവിടെ കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് MySaving.in എന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ അടിച്ചു കൊടുത്തു ഉണ്ടോ, MySaving.in. അപ്പോൾ താഴെ അതിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട്, കമ്പനിൻ്റെ എംബ്ലമൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇതേപോലെ വരും, കമ്പനിൻ്റെ സൈറ്റ് ഓപ്പണായി വരികയാണ്. അപ്പോൾ നമ്മളെ വലത് ഭാഗത്ത്, മൊബൈലിൻ്റെ വലത് ഭാഗത്ത് കണ്ടില്ലേ ഒരു 3 ലൈന്, അവിടെ ടച്ച് ചെയ്യുക. അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഇൻ്റർഫേസിൽ ഏറ്റവും താഴെ ലോഗിൻ കണ്ടോ, അവിടെ ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമ്മളെ യൂസർ ഐ ഡിയും പാസ്വേഡും ഇവിടെ ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ നമ്പറും നമ്മളെ പാസ്വേഡും ചോദിക്കുന്നുണ്ടാവും. അത് കൊടുക്കുക. ഞാൻ എൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഇവിടെ കൊടുക്കുകയാണ് കേട്ടോ. ഞാനോട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തു, അത് വന്നു കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഡാഷ്ബോർഡ് വരും. ആ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുക, താഴോട്ട് നീക്കുക, മേലെ നിന്ന് താഴോട്ട് നിന്ന് നീക്കി കൊണ്ടുവരാം. ഞാൻ നീക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നീല മഷിയിൽ മൈ പർച്ചേസ് വാലറ്റ്, മൈ ക്യാഷ് വാലറ്റ് ഉണ്ടാവും. മൈ പർച്ചേസ് വാലറ്റിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ. അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പം നമുക്ക് കിട്ടിയ ഫ്രീ പർച്ചേസ് പോയിൻ്റാണ്, ഫ്രീ പർച്ചേസ് പോയിൻ്റ്, റീപർച്ചേസ് പോയിൻ്റ് എന്താ 12,900. ഇനി നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക. താഴെ ക്ലോസ് ഉണ്ട്, ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, താഴെ മൈ ക്യാഷ് വാലറ്റ് എന്നവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ ക്യാഷ് വാലറ്റ്, മൈ റീചാർജ് ഏണിങ്സ് ഉണ്ടാവും. പിന്നെ ഒരാൾ ഫ്രീ ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഒരാൾ ലിങ്ക് ഉപയോഗിച്ച് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് അയാൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേന് ഇദ്ദേഹത്തിന് ഒരു 50 രൂപ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഏതെങ്കിലും ഒരു എമൗണ്ടിന് ഒരു റീചാർജ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 49 രൂപ അങ്ങനെയും കിട്ടും. ടോട്ടലി ഒരാൾ സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ 50 രൂപ കിട്ടും, ഒരു റീചാർജ് ചെയ്യുമ്പോൾ 49 കിട്ടും. അങ്ങനെ 99 രൂപ കിട്ടും. ആ 99 രൂപ കണ്ടോളി മുകളിൽ ഉണ്ടാവും, ക്യാഷ് ബോണസ് ഉണ്ടാവും, ഉണ്ടാവും, ടോട്ടൽ ക്യാഷ് ബാക്ക് ഉണ്ടാവും. അപ്പോൾ ക്യാഷ് ബാക്ക് വന്ന് ഇവിടെ കാണുന്നുണ്ട് കണ്ടോ, ഉണ്ടല്ലേ, ക്യാഷ് ബാക്ക് വന്നത് ഇവിടെ കാണുന്നുണ്ട്. ഇനി നമുക്ക് കാണാൻ പറ്റും അവിടെ 477 കണ്ടോ, ടോട്ടൽ റീചാർജ് ഏണിങ്സ് കണ്ടോ, 105 റുപ്യയും 16 പൈസയും കിട്ടിയിട്ടുണ്ട്. അത് മുകളിലുള്ള ബോണസൊക്കെ അടക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മളിവിടെ കാണുക. ഓക്കെ.